സർവീസ് ചട്ടം അനുസരിച്ച് ഉള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ സർവീസ് ചട്ടത്തിന്റെ വയലേഷൻ ആണെങ്കിൽ ഇതിനകം തന്നെ ഒരു മെമ്മോ ഡിവൈഎസ്ഐക്ക് വന്നേനെ. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അത് പോകുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമുള്ള സമയമല്ലല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫേവറിറ്റിസം കാണിച്ചു എന്നതാണല്ലോ ഇനിയിപ്പോൾ അടുത്ത ആരോപണമായിട്ട് വരാൻ സാധ്യതയുള്ളത്. അതെ, കേന്ദ്രത്തിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഇടത് സർക്കാരിനെ ഫേവറിറ്റിസം കാണിക്കുന്ന ഒരു IAS കാരി എന്ന നിലയിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പേപ്പർ വരേണ്ടതാണല്ലോ. എന്തായാലും അങ്ങനെയുള്ള ഇമെയിലൊന്നും ഇതുവരെ ഡിവൈഎസ്ഐക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം സർവീസ് ചട്ട ലംഘനമാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിവാദമായ ഒരു സംഭവത്തിൽ ഇന്നലെയാണല്ലോ അവരുടെ പോസ്റ്റ് വരുന്നത്, ഇന്ന് അത് ചർച്ചയാകുന്നു. അപ്പോൾ ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്നാണല്ലോ IAS കാർ വരുന്നത്. കേന്ദ്ര സർവീസ് അത് വിട് ഇവിടുത്തെ വിഷയമാണല്ലോ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലത് ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് നല്ലതാണെന്ന് പറയണം. അതിന് BJP ആണ്, കോൺഗ്രസ് ആണ് എന്ന് കരുതി അത് ചെയ്തത് നല്ലതല്ലാതാകുന്നില്ല. പ്രവൃത്തിയാണ് അഭിനന്ദിക്കേണ്ടത്, അല്ലാതെ വ്യക്തിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഉള്ളതല്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ. അത് അമിത്ഷാ നല്ലത് ചെയ്താലും പിണറായി വിജയൻ നല്ലത് ചെയ്താലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം.